So lexical analysis phase. The lexical analysis is also known as scanning, is the first phase of the compiler. The lexical analyzer or scanner reads the source program in the form of character stream and groups the logically related character known as lexemes. സോ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസിൽ ശരിക്കും നമ്മൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത്? സ്കാനിങ് പ്രോസസ്സാണ് ചെയ്യുന്നത്. സോ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസാണ് എന്ത്? കമ്പൈലറിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? സ്കാനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. സോ ലെക്സിക്കൽ അനലൈസർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ലെക്സിക്കൽ സ്കാനർ എന്ത് ചെയ്യും? സോഴ്സ് പ്രോഗ്രാംസിനെ റീഡ് ചെയ്യും. ക്യാരക്ടർ സ്ട്രീമിൻ്റെ ഫോമിൽ സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യും. ഓക്കെ, ദെൻ അതിലെ ക്യാരക്ടേഴ്സ്, ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് എന്താണ്? ഗ്രൂപ്പ് ചെയ്യും. സോ ഐ ഡീസിനെ ഒരു ഗ്രൂപ്പാക്കും, ഓപ്പറേറ്റേഴ്സിനെ ഒരു ഗ്രൂപ്പാക്കും, കോൺസ്റ്റൻസിനെ ഒരു ഗ്രൂപ്പാക്കും. സോ ഗ്രൂപ്പിങ്സ് നടക്കും. ഓക്കെ, ക്യാരക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിങ്സ് നടക്കും. സോ ആ ഈ ഗ്രൂപ്പിങ്സിനെ പറയുന്നതാണ്, ഗ്രൂപ്പ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ പറയുന്നതാണ് എന്ത്? ലെക്സിംസ് എന്ന് പറയും. ഓക്കെ, ദെൻ ലെക്സിംസ് ക്രിയേറ്റ് ചെയ്തു. ലെക്സിംസ് ഇനി ഓരോ ലെക്സിംസ് അതിലെ ഓരോ ക്യാരക്ടേഴ്സും എന്താണ്? ടോക്കൻസ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായി ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താണ് ക്യാരക്ടേഴ്സിനെ, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഇൻപുട്ടായിട്ട് എടുക്കും. ദെൻ അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് എന്ത് വരും? ടോക്കൻസ് വരും എന്ന് പറഞ്ഞു. ടോക്കൻസ് ഒക്കെ എന്താണെന്നുള്ള നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ലെക്സിക്കൽ അനലൈസർ വെച്ചിട്ട് നമ്മൾ എന്ത് ലെക്സിംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഓരോ ലെക്സിംസിന് എന്താണ്? നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കൻസിൽ ജനറേറ്റ് ചെയ്യണം. A stream of tokens is generated as the output of lexical analysis phase, which act as an input of syntax analysis phase. സോ ഇവിടെ എന്താണ്? നമ്മൾ ടോക്കൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടോക്കൻസ്, ഓരോ ക്യാരക്ടേഴ്സ് ലെക്സിംസിന് വെച്ചിട്ട് എന്താണ്? ടോക്കൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കളക്ഷൻ ഓഫ് ടോക്കൻസ് ആയിട്ടാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരിക. സ്ട്രീം ഓഫ് ടോക്കൻസ് ആണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഈ ഒരു ഔട്ട്പുട്ടായിരിക്കും ഏതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്? സിൻടാക്സ്, നെക്സ്റ്റ് ഫേസ് ആയ സിൻടാക്സ് അനാലിസിസ് ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് വരാം. ടോക്കൻസ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്, നെയിംലി കീവേഡ്, ഐഡൻറ്റിഫയർ, കോൺസ്റ്റൻസ് എക്സെട്ര. സോ ടോക്കൻസിന് എന്താണ്? ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടാവാം. കീവേഡ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവാം, ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഉണ്ടാവാം, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാവാം, കോൺസ്റ്റൻസ് ഉണ്ടാവാം. അങ്ങനത്തെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെയിംസ് ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സിൻടാക്സ് അനാലിസിസ് ഫേസ്. സിൻടാക്സ് അനാലിസിസ് ഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടത്തുന്നത്. ഇവിടെ എന്താണ്? കഴിഞ്ഞ ഫേസിൽ ക്രിയേറ്റ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് വന്ന ടോക്കൺസിനെയാണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ദെൻ ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് എന്താണ് വരുന്നത്? പാസ് ട്രീ ആണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസിംഗ്. സോ ഈ ഒരു ഫേസിന് നമുക്ക് എന്ത് പറയാം? പാസിംഗ് എന്ന് പറഞ്ഞിട്ട് ഫേസാന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, മെയിൻലി സിൻടാക്സ് അനാലിസിസ് ആൻഡ് സെമാൻറ്റിക് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ ഫേസ് തന്നെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പാർട്സ് ഫേസസ് ആക്കുന്നത്. സിൻടാക്സ് അനാലിസിസ് ഫേസ് ആൻഡ് സെമാൻറ്റിക് അനാലിസിസ് ഫേസ് ആയിട്ട് രണ്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സിൻടാക്സ് അനലൈസർ or parser uses the token name from the token stream to generate the output in the form of tree-like structure known as syntax tree or parse tree. കഴിഞ്ഞ ഫേസായ അനാലിസിസ്, ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ടോക്കൺസിനെ ഇൻപുട്ടായിട്ട് എടുക്കും. ഓക്കെ, സ്ട്രീംസ് ഓഫ് ടോക്കൺസ് ആണ് അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതിനെ നമ്മൾ എവിടെ ഇൻപുട്ടായിട്ട് വരും? ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ എടുക്കും. ഓക്കെ, സോ അവിടെ എന്താണ്? സിൻടാക്സ് അനാലിസിസ് ഫേസിൽ ഇൻപുട്ടായിട്ട് എടുക്കും. സോ സിൻടാക്സ് അനലൈസർ എന്ത് ചെയ്യും? ഓരോ ടോക്കൺ നെയിംസിനെ എന്താണ്? സ്ട്രീംസിലുള്ള ഓരോ ടോക്കൺ നെയിംസിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെന്താണ്? ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ചെയ്യും. ട്രീ ലൈക്ക് റെപ്രസെൻറ്റേഷനിൽ അതിനെ കൺവേർട്ട് ചെയ്യും. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്ത് പറയാം? പാസ് ട്രീ എന്നോ അല്ലെങ്കിൽ സിൻടാക്സ് ട്രീ എന്നോ പറയാം. ഓക്കെ, ദ പാസ് ട്രീ ഇലുസ്ട്രേഷൻ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ടോക്കൺ സ്ട്രീം. സോ ടോക്കൺ സ്ട്രീമിന് നമ്മൾ കഴിഞ്ഞ ഫേസിൽ വന്ന ഔട്ട്പുട്ടായിട്ട് വന്ന ഈ ഒരു ഫേസിൽ ഇൻപുട്ടായിട്ട് എടുക്കുന്ന ടോക്കൺ സ്ട്രീംസിന് എന്താണ്? ഗ്രാമാറ്റിക്കലി സ്ട്രക്ചർ വെച്ചിട്ട് ഇലുസ്ട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാസ് ട്രീ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് ഫേസ് ആണ്
സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞ ഫേസ് സെമാൻറ്റിക് അനലൈസർ യൂസസ് ദ പാസ് ട്രീ and symbol table for checking the semantic consistency of the language definition of the source program. സോ സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിൽ ശരിക്കും നമ്മൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മീനിങ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്പ് ചെക്കിംഗ് ആണ് മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുക. ഓക്കെ, ഈ ഒരു ഫേസിൻ്റെ. സോ സെമാൻറ്റിക് അനലൈസർ എന്ത് ചെയ്യും? പാസ് സ്ട്രീംസ് കഴിഞ്ഞ ഫേസിൽ നിന്ന് ക്രിയേറ്റ് ആയ പാസ് ട്രീസിനെ എടുക്കാം. ദെൻ അതിൽ എന്താണ് അതും അതിൻ്റെ കൂടെ സിമ്പിൾ ടാബിളായിട്ട് കണക്റ്റഡ് ആണ്. സോ അതിന് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ലാംഗ്വേജ് ഡെഫിനിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? സെമാൻറ്റിക് കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ദ മെയിൻ ഫങ്ഷനാലിറ്റി ഓഫ് സെമാൻറ്റിക് അനലൈസർ ഈസ് ദ ടൈപ്പ് ചെക്കിംഗ് ഇൻ വിച്ച് സെമാൻറ്റിക് അനലൈസർ ചെക്സ് വെദർ ദ ഓപ്പറേറ്റർ ഹാസ് ദ ഓപ്പറൻഡ് ഓഫ് മാച്ചിങ് ടൈപ്പ്. ഓക്കെ, സോ ഇതിലെ മെയിൻ ഫങ്ഷനാലിറ്റി, ഈ ഒരു ഫേസിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് ചെക്കിംഗ് ആണ്. സോ ഇവിടെ സെമാൻറ്റിക് അനലൈസർ എന്താണ് ചെക്ക് ചെയ്യുക? സോ ഒരു ഓപ്പറേറ്ററും ഓപ്പറൻസും ഉള്ള കേസാണ്. ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മൾ എന്തിൻ്റെ കൂടിയാണ് നമ്മൾ ഏത് ഓപ്പറൻറ്റിൻ്റെ കൂടിയാണ് യൂസ് ചെയ്യുക? ന്യൂമറിക് ഓപ്പറൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ക്യാരക്ടർ ഓപ്പറൻസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ മീനിങ് ഫുള്ളി അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെമാൻറ്റിക് അനാലിസിസ് ഫേസ് യൂസ് ചെയ്ത്. സോ അവിടെ നടക്കുന്ന എന്താണ്? ടൈപ്പ് ചെക്കിംഗ് ആണ് നടക്കുന്നത്. Then next phase ആണ് intermediate code generation phase. In this phase, the parse tree representation of the source code is converted into low level or machine like intermediate representation. സോ കഴിഞ്ഞ ഫേസസിൽ നമ്മൾ എന്താണ് ചെയ്തത്? സോഴ്സ് കോഡിനെ പാസ് ട്രീ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു പാസ് ട്രീ റെപ്രസെൻറ്റേഷനെ നമ്മളൊരു മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. സോ പാസ് ട്രീന് ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, മെഷീൻ ലൈക്ക് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ അല്ലെങ്കിൽ ലോ ലെവൽ ലൈക്ക് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിലേക്ക് ഒരു പാസ് ട്രീനെ കൺവേർട്ട് ചെയ്യുന്ന ഫേസ് ആണ് എന്ത്? ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ദ ഇൻ്റർമീഡിയറ്റ് കോഡ് ഷുഡ് ബി ഈസി ടു ട്രാൻസ്ലേറ്റ് ദ മെഷീൻ ലാംഗ്വേജ്. സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഈ ഫേസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻപുട്ട്, ഈ ഒരു ഫേസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? പാസ് ട്രീ ആണ്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്? ഇൻ്റർമീഡിയറ്റ് കോഡാണ്. സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് നമുക്ക് ഡയറക്റ്റ്ലി എന്താണ്, ഇല്ലെങ്കിൽ ഈസിലി നമുക്ക് ഒരു മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദർ ആർ സെവറൽ ഫോംസ് ടു റെപ്രസെൻറ്റിങ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ്. സോ ഇൻ്റർമീഡിയറ്റ് കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എന്താണ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. സോ അതിൽ 3 അഡ്രസ് കോഡാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. സോ 3 അഡ്രസ് കോഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കോഡ് ഫോർ റെപ്രസെൻറ്റിങ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ്. ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷന്. സോ അതിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ്. ഇറ്റ് ഈസ് ദ ഓപ്ഷണൽ ഫേസ്. ഇറ്റ് പെർഫോംസ് ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ്. സോ ഇൻ്റർമീഡിയറ്റ് കോഡ് കഴിഞ്ഞ ഫേസിൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്തത്? ഇൻ്റർമീഡിയറ്റ് കോഡ്. സോ ആ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. സോ നമുക്ക് എന്താണ് ഒപ്റ്റിമൈസിങ് മീൻസ് ഷോർട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ലെസ് എന്താണ് കോംപ്ലക്സിറ്റി ലെസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പൈലറിൻ്റെ കേസിൽ ഓപ്ഷണൽ ഫേസ് ആണ്. ഈ ഒരു ഫേസ് എന്താണ് യൂസ് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക. ചില കമ്പൈലേഴ്സിൽ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതെന്താണ്? ഓപ്ഷണൽ ഫേസ് ആണ്. സോ ഇതിൽ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ഫേസിൽ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ഈ ഒരു ഫേസിൽ ചെയ്യുന്നത്. ദ ഒപ്റ്റിമൈസേഷൻ മീൻസ് മേക്കിംഗ് ദ കോഡ് ഷോർട്ടർ ആൻഡ് ലെസ് കോംപ്ലെക്സ് സോ ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഫാസ്റ്റർ ആൻഡ് ടേക്ക് ലെസ് സ്പേസ്. സോ ഒപ്റ്റിമൈസേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ നമ്മളെ കോഡിനെ ഷോർട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ലെസ് കോംപ്ലെക്സ് ആക്കുക. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് നമ്മൾ കോഡ് ഫാസ്റ്ററായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് എന്താ അത് നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ജനറേഷൻ ഫേസ് ആണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത്. ദിസ് ഫേസ് ട്രാൻസ്ലേറ്റ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം ഇൻ ടു ടാർഗറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. ഈ ഫേസിലാണ് നമ്മൾ കഴിഞ്ഞ ഫേസസിൽ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഡയറക്റ്റ്ലി അതിൻ്റെ മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക്
പ്രോഗ്രാമിന് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, സോ നമ്മളെന്താണ് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ഇൻ്റർമീഡിയറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാർജറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫേസാണ് കോഡ് ജനറേഷൻ ഫേസ്. ഇഫ് ദ ടാർജറ്റ് പ്രോഗ്രാം ഈസ് ഇൻ ദ മെഷീൻ ലാംഗ്വേജ്, ദ കോഡ് ജനറേറ്റർ പ്രൊഡ്യൂസ് ദ ടാർജറ്റ് കോഡ് ബൈ അസൈനിങ് ദ രജിസ്റ്റേഴ്സ് or memory location to store variable defined in the program and to hold the intermediate computer result. സോ നമ്മൾ ടാർജറ്റ് പ്രോഗ്രാം നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന ടാർജറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ എന്താണ്, കോഡ് ജനറേറ്റർ ആ ടാർജറ്റ് കോഡിന് എന്താണ് കോഡിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കും, മെമ്മറി ലൊക്കേഷൻസ് അസൈൻ ചെയ്ത് കൊടുക്കും, വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനുള്ള. ദെൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കമ്പ്യൂട്ടേഷൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസ് ഒക്കെ എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കും. വേരിയബിൾസ് ആൻഡ് രജിസ്റ്റേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റേഴ്സും മെമ്മറി ലൊക്കേഷൻസും ഒക്കെ എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിമ്പിൾ ടേബിൾ മാനേജ്മെൻറ്റ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പൈലറിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ഫേസസ് ഒക്കെ എന്താണ് ഡിഫറെൻറ്റ് ടാബിൾസ്, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാബിൾസുമായിട്ട് എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ അതിൽ നമ്മൾ സിമ്പിൾ ടേബിൾ പറഞ്ഞിട്ടുണ്ട്. സോ സിമ്പിൾ ടേബിൾ മാനേജ്മെൻ്റ് ആണ് ഇനി പറയാനുള്ളത്. A simple table is a data structure that is used to compiler to record and collect information about the source program constructs like variable name and all of its attribute, which provides the information about the storage space occupied by the വേരിയബിൾ. സോ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റാ സ്ട്രക്ചറാണ്. കമ്പൈലറിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് എന്ത്, സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്, നമ്മളെ സോഴ്സ് പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന വേരിയബിൾസിന് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈസിനൊക്കെ എന്താണ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ എന്താണ് വേരിയബിൾസിൻ്റെ ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ ടാബിൾസ് യൂസ് ചെയ്യുക. സോ അവിടെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, വേരിയബിൾ നെയിമും അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഇൻഫോർമേഷൻസ്, ആ ഒരു വേരിയബിളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്താണോ, ആ സ്റ്റോറേജ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണോ അതാണ് എന്ത് സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. A simple table should be designed in an efficient way so that it permits the compiler to locate the record for each token name quickly to allow rapid transfer of data from the records. സോ സിമ്പിൾ ടേബിളിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു എഫിഷ്യൻറ്റ് വേയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു എഫിഷ്യൻറ്റ് വേയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതെന്താണ്, കമ്പൈലർ എന്താണ് ഡാറ്റാസ് ഒക്കെ ടോക്കൺസാണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് റിട്രീവും സ്റ്റോറും ചെയ്യാൻ പറ്റുന്നോ അത്രയും ആ ഒരു വേയിലാണ് എന്ത് സിമ്പിൾ ടേബിളിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് റാപ്പിഡായിട്ട് ഡാറ്റാസ് എന്താണ് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം, ഡാറ്റാസ് അതിലേക്ക് ക്വിക്ക്ലി നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാനൊക്കെ പറ്റും. ദെൻ നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞിട്ട് എറർ ഹാൻഡ്ലേഴ്സ് ഉണ്ട്. ഓരോ ഫേസ് കമ്പൈലറിൻ്റെ ഓരോ ഫേസസിൽ എന്താണ് എറേഴ്സ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് ഒക്കെ ചെയ്യുമ്പോൾ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എറർ ഹാൻഡ്ലേഴ്സ് ആണ് ചെയ്യുക. So the error handlers is invoked whenever a fault occurs in the compilation process of the source program. Source programമിൻ്റെ compilation പ്രോസസ്സിൽ എപ്പോഴാണോ ഫോൾട്ട് occur ചെയ്യുന്നത് അപ്പോഴാണ് എറർ ഹാൻഡ്ലേഴ്സിന് കോൾ പോകുന്നത്. So both simple table management and error handling mechanism are associated with all the phases of the compiler. ഈ എറർ ഹാൻഡ്ലേഴ്സും അല്ലെങ്കിൽ സിമ്പിൾ ടേബിൾ മാനേജ്മെൻറ്റും എന്താണ് എല്ലാ ഫേസ് കമ്പൈലറിൻ്റെ ഈച്ച് ആൻഡ് എവറി ഫേസസുമായിട്ട് എന്താണ് കണക്റ്റഡ് ആയിരിക്കും, അസോസിയേറ്റഡ് ആയിരിക്കും.